ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ് നമ്മളെ ഹോണ്ട ഡിയോൺ വണ്ടി. അതിൻ്റെ ഫ്രണ്ട് ഹാൻഡിലിൻ്റെ ബെയറിങ് മാറ്റാൻ വേണ്ടിയിട്ട് അയച്ചാണ് കോൺസെപ്റ്റ്. അത് അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ തന്നെ തുരുമ്പിട്ട് ടൈറ്റായി തുടങ്ങിയിരുന്നു കേട്ടോ. തന്നെയല്ല നമ്മൾ അടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഹാൻഡിൽ ഓവർ ടൈറ്റ് കാണിച്ചതുകൊണ്ടാണ് നമുക്കത് അയച്ചു മാറ്റേണ്ടി വന്നത് കേട്ടോ. അപ്പോൾ നിലവിൽ അത്യാവശ്യം തുരുമ്പും കാര്യങ്ങളൊക്കെ ആ ബോളിൽ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് ഫുള്ളായിട്ട് അഴിച്ചാലാണ് നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിലത്തെ കോണൊക്കെ നോക്കുമ്പോൾ അറിയാം അത്യാവശ്യം തുരുമ്പിട്ടൊരവസ്ഥയിലാണ് അത് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളത് അഴിച്ചിട്ട് അതിൻ്റെ ഫുൾ സെറ്റായിട്ടാണ് നമുക്ക് മാറ്റിയിടേണ്ടത്. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ 2 കേബിൾ ചേഞ്ച് ചെയ്തിടാനുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിലിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓയിൽ ലെവൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടായില്ല, കുറവായിരുന്നു. അപ്പോൾ നമ്മൾ അതിന് ശേഷം വേണ്ടി ഇപ്പോൾ ഓയിൽ മാറ്റാൻ പറഞ്ഞ പ്രകാരം നമ്മളത് അഴിച്ച് നോക്കുന്ന സമയത്ത് ഓയിലിൻ്റെ അളവാണ് ഇട്ടേ കാണുന്നത്. ഏകദേശം ഒരു 50 മില്ലി കഷ്ടിയുള്ളൂ, 50 മില്ലി തികയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കിനി ഇപ്പോൾ നിലവിൽ വണ്ടി വരുമ്പോൾ പുകയുടെ പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല. കാരണം ഇനി നമ്മൾ ഓയിൽ ഒഴിച്ച് കഴിയുമ്പോൾ, കാരണം പുക വരാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ എഞ്ചിനിൽ ഓയിൽ കയറി കത്താനായിട്ടുള്ള ഓയിലില്ലതിനകത്ത്. ഇപ്പോൾ ഓയിലില്ലാതെ ഓടിയേക്കണം കൊണ്ട് തന്നെ ഞാൻ ക്ലച്ചിനകത്തൊരു സൗണ്ടിൻ്റെ വ്യത്യാസം ഉണ്ടെന്നുള്ള ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം നിലവിൽ അത് ഇതുമായിട്ട് ക്ലബ്ബായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഓയിലില്ലാത്തത് കൊണ്ട് വന്നേക്കണ പ്രോബ്ലം ആയിരിക്കാനാണ് സാധ്യത. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അഴിച്ചു നോക്കിയാലാണ് അറിയാൻ പറ്റുള്ളൂ. അപ്പം നിലവിൽ അതുമായി ബന്ധപ്പെട്ട വർക്കുകളൊന്നും നമ്മൾ ചെയ്യണില്ല. ഈ പറഞ്ഞതും പ്രകാരം ഫ്രണ്ട് ഹാൻഡിലിൻ്റെ ബെയറിങ്, അതിനോടനുബന്ധിച്ച് തന്നെ ബുഷ് സെറ്റുകൾ, അതേപോലെ ബ്രേക്കിൻ്റെ കേബിൾ, എഞ്ചിൻ ഓയിൽ, ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇപ്പം നിലവിൽ ഓയിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഓയിൽ ഇനിയിപ്പോൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും സിലിണ്ടർ പിസ്റ്റൺ ഓയിലില്ലാതെ ഓടിയത് കൊണ്ട് തന്നെ സ്ക്രാച്ചസ് വന്നിട്ടുണ്ടാവാം. 99% സ്ക്രാച്ച് വന്നിട്ടുണ്ടാവും. ഇപ്പം നമ്മൾ ഓയിൽ ഒഴിച്ചിട്ട് വണ്ടി ഓടുന്ന സമയത്ത് ഇപ്പോൾ കാണിച്ചെങ്കിൽ പോലും ചിലപ്പോൾ ഒരു പക്ഷേ നമുക്കിപ്പോൾ ഒഴിച്ചപ്പം തന്നെ കിട്ടണമെന്നൊന്നുമില്ല. പിന്നീട് കുറച്ച് ഓടി കഴിഞ്ഞാൽ സൈലൻസിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് നമുക്ക് വെള്ള കളറിൽ പുക വരാം. നീല കളർന്ന വെള്ള കളറിൽ പുക കാണാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം പറയാൻ കാരണം എന്ന് വെച്ചാൽ ഓയിൽ കുറഞ്ഞ് ഓടിയേക്കണ കാരണം സിലിണ്ടർ പിസ്റ്റൺ സ്ക്രാച്ച് വന്നിട്ട് ഓയിൽ അതിൻ്റെ ഉള്ളിൽ കയറി കത്താനായിട്ടുള്ള സാധ്യത നിലവിൽ കാണുന്നുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും ഓയിൽ ലെവൽ കുറവായിട്ടാണ് വണ്ടി ഓടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതങ്ങനെ കംപ്ലയിൻറ്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കണം. കാരണം അത് എന്തുകൊണ്ടാണ് സംഭവിച്ചേക്കണം, അത് ഏതൊക്കെ പാർട്സുകൾക്കാണ് ഡാമേജ് വന്നേക്കണേ എന്നുള്ള കേസ് കൃത്യമായിട്ട് അഴിച്ചു നോക്കി അത് പരിഹരിച്ച് വിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫുള്ള് ഇതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ നമ്മളിപ്പോൾ ഒഴിച്ചു വിടും. ഓയിൽ ലെവൽ കുറഞ്ഞു പോകും. മെയിനായിട്ടുള്ള മേജർ കംപ്ലയിൻറ്റിലേക്ക് വണ്ടിയുടെ എഞ്ചിൻ പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നിലവിൽ അത് നമുക്കൊരു 1000 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ നമ്മളൊന്ന് കയറ്റിയിട്ട് ഓയിൽ ലെവൽ കുറഞ്ഞു പോകുന്നുണ്ടോ, അത് എത്രത്തോളം കുറയുന്നുണ്ട് എന്നൊക്കെ മോണിറ്റർ ചെയ്യേണ്ട അത്യാവശ്യമാണ് കേട്ടോ. പിന്നെ നമുക്ക് ആ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ എന്ന് പറയുമ്പോൾ ഒരു കേബിളിന് നമുക്ക് ഈ 186 നമുക്ക് തന്നെ ഒരു കേബിളിൻ്റെ കേട്ടോ. അത് ലെഫ്റ്റ് ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളാണ്. ബ്രേക്കിൻ്റെ 2ാമത്തെ കേബിളാണത്. അതിന് വേണ്ടത് 188 രൂപ ഉണ്ട് കേട്ടോ. പിന്നെ ഫ്രണ്ടിലേക്ക് വന്നാൽ ബെയറിങ്ങിന് 410 രൂപയാണ് നമുക്കതിന് കോസ്റ്റ് വരാം. പിന്നെ അതേപോലെ ബുഷ് സെറ്റ്, ഫ്രണ്ടിൽ വന്ന ബുഷ് സെറ്റ് 278 രൂപ തന്നെ. ലിങ്ക് ബുഷിൻ്റെ സെറ്റിനുണ്ട് ആ റേറ്റ് തന്നെ. പിന്നെ ഫ്രണ്ടിലെ ക്വസ്റ്റ്യൻ അസംബ്ലിയുടെ ഇതിന് 102 രൂപ തന്നെ ഉണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ വരും. ഓയിലിൻ്റെ ഇവിടെ വന്ന ഈ ബോൾട്ടിൻ്റെ വാഷ്, അതേപോലെ തന്നെ സ്റ്റിക്കിൻ്റെ അവിടെ വന്ന ഓറിങ്, ഈ 2 ഐറ്റം നമ്മൾ മാറ്റിയിടാം. കാരണം ഞാൻ അഴിച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം അത് ഉപയോഗിക്കാൻ പാടുള്ളൂ. അഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് ലീക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഇല്ലാതിരിക്കാനായിട്ട് അതുകൂടി നമ്മൾ ചേഞ്ച് ചെയ്ത് തരും. പിന്നെ നമുക്ക് അതിന് പിന്നെ എന്താണെന്ന് പറയുക, നമുക്ക് ലേബർ ചാർജും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് അടക്കമുള്ളൊരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് നമ്മളിപ്പോൾ പറഞ്ഞേക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ വ്യത്യാസം ഉണ്ടെങ്കിൽ നോക്കിയിട്ടാണ് കൃത്യമായിട്ട് അറിയിക്കാം. അതേപോലെ തന്നെ ഈ ഓയിലിൻ്റെ കേസ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓയിൽ ലെവൽ കുറഞ്ഞ പോകുന്ന കേസ് കൃത്യമായിട്ട് നമ്മൾ നോക്കിയിട്ട് അത് ക്ലിയർ ചെയ്ത് വിടാം. പിന്നെ ഈ പറഞ്ഞ രീതിയുടെ ക്ലച്ചിൻ്റെ ഭാഗത്ത് സൗണ്ട് വേരിയേഷൻ്റെ കേസ് പറഞ്ഞായിരുന്നു. അപ്പോൾ അതും കൂടി ഇടയ്ക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുന്ന സമയത്തൊന്ന് കയറ്റി ക്ലിയറായിട്ട് നോക്കി പോകണം കേട്ടോ. വണ്ടിക്ക് വലിയ പഴക്കമായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുകയാണെങ്കിൽ കൂടുതൽ നാൾ നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റും. ഇതിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതല്ലെങ്കിൽ ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഓയിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ കംപ്ലയിൻറ്റ്സ് നമുക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ നോക്കിയതിന് ശേഷം അത് കറക്റ്റായിട്ട് നോക്കി അത് പരിഹരിച്ച് വിടേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ.